രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ അടുത്ത് ഗൾഫിൽ നിന്നൊരു ചെറുപ്പക്കാരൻ നമ്മുടെ പ്രവർത്തകനാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് വരുമ്പോഴും പേടിയാണ്. നമ്മളെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് വരുന്നത് ചിലപ്പോൾ യുക്തിവാദിയായിരിക്കും, അല്ലെങ്കിൽ നിരീശ്വരവാദിയായിരിക്കും. അങ്ങനെ വന്ന് അയാൾ പറയണെന്താ? അയാൾ പറയണത് CM വലിയുള്ളാൻ്റെ ഒരു കറാമത്ത് വല്ലാതെ ഏറിപ്പോയി എന്നാണ്. CM വലിയുള്ളാൻ്റെ ഒരു കറാമത്ത് വല്ലാതെ ഏറിപ്പോയി. എനിക്ക് കറാമത്തിൻ്റെ അനുഭവമൊന്നുമില്ല. ഞാൻ CM വലിയുള്ളാനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വഫാത്തിന് ശേഷം ഉള്ള ബന്ധമല്ലാതെ ജീവിതകാലത്ത് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് കറാമത്ത്? ബഹുമാനപ്പെട്ട CM വലിയുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് സൗദി അറേബ്യയിൽ നിരപരാധിയായൊരു മനുഷ്യൻ ജയിലിൽപ്പെട്ടു. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു മാർഗമല്ല. അദ്ദേഹം CM വലിയുള്ളയുമായി ബന്ധമുള്ള ആളാണ്, CM വലിയുള്ളയെ കാണുന്ന ആളാണ്. പക്ഷേ CM വലിയുള്ള നാട്ടിലാണ്, അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹം ജയിലിൽ കടന്ന് കരഞ്ഞിട്ട് ഞാൻ നിരപരാധിയാണ്, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് CM വലിയുള്ളനോട് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം CM വലിയുള്ള അദ്ദേഹം കിടക്കുന്ന ജയിലിൻ്റെ ഗേറ്റിൻ്റെ വാതിലിൻ്റെ അടുത്ത് വരുന്നു. ആ വാതിൽ തുറന്ന് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു. ഇതാണ് സംഭവിച്ച കാര്യം, കറാമത്ത്. ആ CM വലിയുള്ളയുടെ കറാമത്ത് കൊണ്ട് സൗദി ജയിലിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു എന്നതാണ്. നമുക്ക് അനുഭവമൊന്നുമില്ല. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് ഏറ്റെടുത്തു ആര്? നമ്മളെ മുജാഹിദ് മൗലവി ഏറ്റെടുത്തപ്പോൾ പിന്നെ സ്റ്റേജും സംവിധാനങ്ങളൊന്നും വേണ്ടല്ലോ, നേരെ കയറാലോ, സോഷ്യൽ മീഡിയയിൽ കയറാം, യൂട്യൂബിൽ കയറാം. എന്നിട്ട് എന്താ പ്രസംഗം? സൗദിയിലുള്ള നമ്മക്കൊക്കെ അറിയില്ല. അതാ സൗദിക്കാരോടാണ് പ്രസംഗം. സൗദിയിലുള്ള നമ്മക്കൊക്കെ അറിയില്ലേ, ഇവിടെ ഒരാൾ ജയിലിൽ പെട്ട് കഴിഞ്ഞാൽ ആ ജയിലിൽപ്പെട്ട ഒരാളെ ഏതെങ്കിലും ഒരാൾക്ക് വന്നിട്ട് വാതിൽ തുറന്നിട്ട് രക്ഷപ്പെടുത്താൻ സാധിക്കോ? ഇതൊക്കെ സൗദിയിലുള്ള ആൾക്കാർക്ക് അറിയില്ലേ? ഇതാണ് മതയുക്തിവാദം. മതയുക്തിവാദം എന്ന് പറയുന്നത് ഇതാ. അപ്പം ഇയാൾ കറാമത്ത് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലാക്കിയത്? പോലീസും പട്ടാളമൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കാവലൊക്കെ ഉള്ള ജയിലിൻ്റെ ഉള്ളിലേക്ക് ഒരാളിങ്ങനെ വന്നിട്ട് വാതിൽ തുറന്ന് ഇങ്ങനെ ആളെങ്ങനെ പിന്നെ ഇറക്കിക്കൊണ്ടുവരിക. ഇതിപ്പോൾ സാധിക്കുമോ? നോക്കുമ്പോൾ ലോജിക്കലി അങ്ങനെയാണല്ലോ. ലോജിക്കലി നോക്കുമ്പോൾ നടക്കണില്ല. കാരണം പോലീസുണ്ട്, പട്ടാളുണ്ട്, ഒക്കെ അടച്ച് പൂട്ടി അടച്ച ഒരു സംഭവത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരാളെ രക്ഷപ്പെടുത്തുക? എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്ന് ചോദിക്കണ സംഗതി ഉണ്ടല്ലോ, അതാണ് ഈ കറാമത്ത് എന്ന് പറയുന്നത്. എങ്ങനെയാണ് തിരിയാത്ത സംഗതിക്കാണ് കറാമത്ത് എന്ന് പറയുക. ഇയാൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, ഇയാൾ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ, അതൊക്കെ ആ സംഭവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ കറാമത്ത് ഇങ്ങനെ സംഭവിക്കാമോ? ഒരാൾ വിളിച്ചിട്ട് പറയണം അയാൾ സുന്നി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഉസ്താദെ, ഈ ജാതി ഉഡായിപ്പ് കറാമത്തുകളൊക്കെ ഒന്ന് പറയണത് നിങ്ങൾ എന്താക്കണം, ഈ പറഞ്ഞ ആളോട് അതൊന്ന് നിർത്താൻ പറയണം. ഈ തരം ഉഡായിപ്പ് കറാമത്തുകൾ ഇത് കാരണം പിന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, സുന്നത്തി ജമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അതുപോലെ പിന്നെ സംഘടനയെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, നമുക്ക് ആളുകളുടെ മുമ്പിൽ തലപൊന്തിച്ച് നടക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോടും ആ മനസ്സുള്ള ആൾക്കാരോടും പറയാണ്, ഈമാൻ സൂക്ഷിക്കണം. കാരണം ഈ വഴിക്ക് നമ്മളാണ് പോവുകയാണെങ്കിൽ, പണ്ട് റഷീദ് റിള പറഞ്ഞു, ഇയാളുടെ ഒരു തഫ്സീർ ഉണ്ടല്ലോ, തഫ്സീറുൽ മനാറിൽ അയാൾ പറയുന്നുണ്ട്, ഈ മൂസാ നബി അലൈഹി സ്വലാം അവിടെ ആ കടലിൽ അടിച്ചിട്ട് കടൽ പിളർന്നു, അപ്പുറത്തടിച്ചിട്ട് പാറം അടിച്ചിട്ട് അവിടുന്ന് വെള്ളം വന്നു. മൂസാ നബി അവിടെ ഒരു വടിയുണ്ടെറിഞ്ഞപ്പോഴേക്ക് അത് പാമ്പായി മാറി. മറ്റേ സാലിഹ് നബിൻ്റെ കാലത്ത് പാറയിൽ നിന്ന് ഒട്ടകം വന്നു, പാറ ഒട്ടകത്തെ പ്രസവിച്ചു. ഇങ്ങനെയുള്ള ഇപ്പം ഈ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞ ഈ ഉഡായിപ്പ് കറാമത്തുകളും മോചിതത്തുകളും ഉണ്ടല്ലോ, ഇതൊന്നും ഖുർആനിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി പാശ്ചാത്യർ, അതായത് പടിഞ്ഞാറ് നിന്നുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കുറച്ചും കൂടിയൊക്കെ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. സയന്റിസ്റ്റുകളെ, ശാസ്ത്രജ്ഞന്മാരൊക്കെ കുറച്ചും കൂടി ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. എന്ത്? മൂസാ നബിന്റെ കറാമത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, മൂസാ നബിന്റെ മുഅ്ജിസത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അതുപോലെ സ്വാലിഹ് നബിന്റെ മുഅ്ജിസത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവം,
ലോജിക്കലി എന്താ പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയില്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്ന സമയത്ത് പള്ളിയിൽ വന്ന ആൾക്കാരൊക്കെ കൂടി മഴയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ച് മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മഴ വന്നു. ഒരാഴ്ചക്കാലം മഴ നീണ്ടു നിന്നു. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ വന്ന് വെള്ളം കൂടുന്നു, വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്നു, പ്രളയത്തിലേക്ക് പോകുന്നു എന്ന പരാതി സ്വഹാബത്ത് ഉന്നയിച്ചപ്പോൾ ഹവാലൈന ലാ അലൈന ഹവാലൈന എന്ന് റസൂലുള്ള ആംഗ്യം കാണിച്ചപ്പോൾ ഈ ആംഗ്യം കാണിക്കുന്നതിനനുസരിച്ച് ആ മഴമേഘങ്ങളൊക്കെ ഇങ്ങനെ പിറകോട്ട് മാറി അങ്ങനെ നല്ല ഒരു അന്തരീക്ഷം വന്നു. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ യുക്തിവാദികൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ ഈ മതയുക്തിവാദികൾക്ക് മുമ്പിലോ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എന്താ ലോജിക്ക്? ഇങ്ങനെ കയ്യാട്ടുമ്പോൾ മേഘമൊക്കെ ഇങ്ങനെ പോവുക, ഇങ്ങനെ ഇങ്ങോട്ട് കയ്യാട്ടുക, അപ്പോൾ മഴ പെയ്യുക, അങ്ങനെയാണ് കയ്യാട്ടുക, അപ്പോൾ ചന്ദ്രൻ പിളരുക. ഇതൊക്കെ ഖുർആനിലുള്ള കാര്യങ്ങളല്ലേ? ഇതിനെ സംബന്ധിച്ചാണ് റഷീദ് റിള പറഞ്ഞത് എന്ത്? ഇതൊന്നും ഖുർആനിൽ ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ളവരും സയന്റിസ്റ്റുകളും കുറച്ചുകൂടി പുരോഗമനവാദികളൊക്കെ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ഇസ്ലാമിലെ മുഅ്ജിസത്തും ഇസ്ലാമിലെ കറാമത്തും ഇസ്ലാമിലെ തസവുഫും ഇസ്ലാമിൻ്റെ വഹയും, അതായത് ഇസ്ലാമികമായി പരിശോധിച്ചാൽ ഈ തിരുമണ്ടന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് വെട്ടി വെളുപ്പിച്ച് അതൊക്കെ ഇങ്ങോട്ട് ശുദ്ധീകരിച്ചിട്ട് ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ദീനിൽ അങ്ങനെ ഒരു നിയമമല്ല. ഇസ്ലാമിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ട് വന്നവരെ കൊണ്ട് തന്നെ വണ്ടി ഫുള്ളാ. പിന്നെന്തിനാണ് ഇപ്പം ഇത്തരം ആൾക്കാർക്ക് ലോജിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം? അതുകൊണ്ട് ഇത് സംബന്ധമായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീനിൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ അമാനുഷിക സംഭവങ്ങളാണ്. മനുഷ്യർക്ക് സാധാരണഗതിയിൽ കഴിയാത്ത കാര്യങ്ങളാണ് കറാമത്ത്. അത് അമ്പിയാക്കൾക്കാവുമ്പോൾ മുഅ്ജിസത്ത് എന്ന് പറയും, അതിൽ തഹദ്ദി ഉണ്ടാകും. ഔലിയാക്കളെ സംബന്ധിച്ചാകുമ്പോൾ അത് കറാമത്ത്